CapCutന്റെ അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഹെൽപ്ഫുൾ ആവുന്ന രണ്ട് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫൈനലി ഞാൻ ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയേക്കാണ്. CapCutന്റെ ഒരു കംപ്ലീറ്റ് ബിഗിനർ കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. പൈസക്ക് കാര്യങ്ങൾക്കൊന്നും വേണ്ടിയല്ല, ജസ്റ്റ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് മാത്രം മതി. നമ്മൾ അത് മാത്രമാണ് ഈ ഒരു ബിഗിനർ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ബിഗിനർ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ അടിയിൽ നിരവധി ആളുകൾ ചോദിച്ചായിരുന്നു ഈ ഒരു കോഴ്സ് ചെയ്യാവോ, നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളത്. അതിന് പലരും കമന്റ് ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എന്റെ വടി കാര്യം അല്ലെങ്കിൽ തീരെ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു ലൈഫ് ആയതുകൊണ്ട് തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വളരെയധികം ലാഗിലേക്ക് വന്നു. അതുപോലെ തന്നെ CapCut ഇന്ത്യയിൽ ലോഞ്ച് ആവാനും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇതുവരെ CapCut ലോഞ്ച് ആയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് CapCut എന്നുള്ളതാണ്. എന്താണ് CapCut എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പഴയ ആൾക്കാരാണെങ്കിൽ KineMaster, InShot അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ, പഴയ ആളുകളല്ല ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്ത് കണ്ടേക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് CapCut എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷന്റെ സ്വദേശം എന്ന് പറയുന്നത് നമ്മുടെ ടിക്ടോക്ക് അണ്ണന്മാരുടെ ഒക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ 2-3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നാമത്തേത്, ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇതിനെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് റിസ്ക് ആക്കാൻ താല്പര്യമില്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് പുതിയൊരു Gmail ID കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത്, അതായത് ഒരു VPN കണക്ട് ചെയ്ത് വേറൊരു കൺട്രിയുടെ അടിയിൽ ഒരു Gmail കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു കൺട്രിയുടെ സെർവറിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ CapCut ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനി ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല എങ്കിൽ എങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്നുള്ള മറ്റൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു iOS ഡിവൈസ് ആണെങ്കിൽ എങ്ങനെ ഇതിലേക്ക് CapCut കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാൽ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മളിവിടെ Gmail ID കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താണ് ആൻഡ്രോയിഡ് ഫോണിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ ഐഫോണിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ആപ്പിൾ ഐഡിയുടെ കൺട്രി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് അതിലേക്ക് CapCut കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ഇതിനു വേണ്ടി നമ്മൾ VPN കണക്ട് ചെയ്യേണ്ട, നേരെ നമ്മുടെ ആപ്പിൾ ID ചെന്ന് അവിടുത്തെ കൺട്രി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷന്റെ പ്രീമിയം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് കൺട്രി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ എങ്ങനെ കൺട്രി ചേഞ്ച് ചെയ്യാന്നുള്ള വീഡിയോയും ഞാൻ ടോപ്പിക് എടുക്കുന്നുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് CapCut എടുക്കാൻ സാധിക്കും. ഇത്രയും ചെയ്താൽ മാത്രം നിങ്ങൾക്ക് CapCut പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ആണ്. അതിനെ നേരെ നിങ്ങളുടെ ഫോണിലേക്ക് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇനി യൂസ് ചെയ്യേണ്ടത് ഒരു VPN ആണ്. VPN യൂസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് CapCut കംപ്ലീറ്റ് ആയിട്ട് അതിൽ കൊടുത്തേക്കുന്ന എഫക്റ്റീവ് വീഡിയോസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ VPN എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യണം. അത് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇന്ത്യയിലെ ആളുകൾക്ക് അത് ബാൻ ചെയ്തേക്കാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് VPN നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം മറ്റൊരു കൺട്രിയുടെ സെർവറിലേക്ക് നമ്മൾ കയറി, ആ ഒരു സെർവറിൽ കൂടെ കയറി അതിനുശേഷം നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ IP അഡ്രസ്സ് അവിടെ ഡിഫറെന്റ് ആയിട്ട് കാണിക്കുകയും നമുക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് ആക്സസ് കിട്ടുകയും ചെയ്യും. സെയിം പരിപാടി തന്നെയാണ് നമ്മൾ VPN യൂസ് ചെയ്ത് CapCutലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു VPN യൂസ് ചെയ്യുന്നത് നമുക്ക് റിസ്ക് ഒന്നുമില്ല, കാരണം നമുക്ക് ഒരു അഡീഷണൽ സേഫ്റ്റിയാണ് VPN കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇനി ഇതിന്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രൈസിംഗ് ആണ് CapCutന് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കത് മൊബൈൽ യൂസ് ചെയ്ത് ചില സമയങ്ങളിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും, ചില സമയങ്ങളിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്താണ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിരവധി ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് PC യൂസ് ചെയ്താണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പോ അല്ലെങ്കിൽ PCയിലോ ഞാൻ കണക്ട് ചെയ്ത് അതിൽ CapCutന്റെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം എൻ്റെ അക്കൗണ്ട് ഞാൻ അവിടെ സൈൻ അപ്പ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഞാൻ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ 1, 2, 3 ക്ലയന്റ് ഇപ്പൊ എന്നെ ഇങ്ങനെ ഡെയിലി ഇതിന്റെ റിന്യൂവൽ ആവുന്ന സമയത്ത് കോൺടാക്ട് ചെയ്ത് പേയ്മെന്റ് ഇട്ടെന്ന് അവർ റിന്യൂ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വരുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു
ദുബായ് ആണോ സൗദി ആണോ എന്നറിയില്ല, അവിടെ നിന്ന് ഒരു ലേഡിക്ക് വരുന്ന പേയ്മെന്റ് ഒരു 900 റുപ്പീസിന്റെ അടുത്താണ് അവർക്ക് വരുന്ന പേയ്മെന്റ്. ശരിക്കും 800 റുപ്പീസ് ആണ് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഒരു 100 റുപ്പീസ് കാർഡിന്റെ ചാർജസ് കൊണ്ടും ചേർത്ത് 900 റുപ്പീസ് ആണ് അവർക്ക് വേണ്ടി സ്പെൻഡ് ആവുന്നത്. പക്ഷെ ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇത് എടുക്കുമ്പോൾ എനിക്ക് 800 റുപ്പീസിന്റെ ഒക്കെ അടുത്താണ് ഇതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പോകുന്നുള്ളൂ. അപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് അതിൽ പോപ്പപ്പ് ആയി വരുന്ന കൺട്രി ഏതാണോ അത് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ പ്രീമിയം കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പ്രീമിയം തന്നെ വേണമെന്നില്ല, ഇപ്പൊ എല്ലാവരും എല്ലാത്തിന്റെ പ്രീമിയം കാര്യങ്ങളൊക്കെ എടുത്തല്ലായിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡ് ആപ്പിക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇതിന്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ഇനി iOS യൂസർ ആണെങ്കിൽ VPN കണക്ട് ചെയ്ത് കുറച്ചൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീമിയത്തിൽ വന്നു കിടക്കുന്ന പല ഫീച്ചേഴ്സും ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനും സാധിക്കും. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആവണം, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യണം, കംപ്ലീറ്റ് നിങ്ങൾക്ക് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രീമിയം കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. ആ ഒരു സ്റ്റോറേജ് യൂസ് ചെയ്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബ്രാൻഡ് ഇമേജ്, നമ്മുടെ കയ്യിലിരിക്കുന്ന സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു CapCutന്റെ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഹെൽപ്ഫുൾ ആവുന്ന രണ്ട് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം, എന്താണ് ടൂള്, എങ്ങനെയാണ് ഈ ഒരു ടൂൾ എന്നാണ് എനിക്ക് പറഞ്ഞുതരാൻ സാധിക്കുള്ളൂ. എനിക്ക് മാത്രമല്ല, കോഴ്സ് എടുക്കുന്ന ഏതൊരാൾക്കും പറഞ്ഞു തരാനാണ് സാധിക്കുള്ളൂ. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സ്കില്ലിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ആ ഒരു ടൂൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക, ആ ടൂള് ഏതൊക്കെ രീതിയിൽ വെറൈറ്റി ആയിട്ട് കൊടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിടുക. ഇനി പറയാൻ പോകുന്ന ആ ഒരു രണ്ട് ടിപ്പ്. ഒന്നാമത്തെ ടിപ്പ്, നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്താണ് ആ ഒരു കോമ്പറ്റീഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നോർമൽ സ്ക്രീനിൽ വരുന്ന ഈ ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഇതാണ് ഇപ്പൊ നിലവിലെ കോമ്പറ്റീഷൻ എങ്കിൽ ആ ഒരു കോമ്പറ്റീഷനിലെ വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ആ ഒരു എഡിറ്റിംഗ് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോമ്പറ്റീഷന്റെ ഒപ്പം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ട്രെൻഡിങ്ങിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ഗ്രോത്തിലേക്ക് എത്തും. ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടിപ്പ്. ഇത് ഏതൊരു ബുക്കിൽ വായിച്ചൊന്നല്ല, എനിക്ക് എന്റെ ലൈഫിൽ തോന്നിയേക്കുന്ന കാര്യമാണ്. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിലുള്ള റീച്ചിലേക്ക് വരുന്നത്. ഇപ്പൊ ഇനിയുള്ള വീഡിയോസിൽ കംപ്ലീറ്റ് CapCut എങ്ങനെ യൂസ് ചെയ്യാം, CapCutലെ ഓരോ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിന്റെ വീഡിയോസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.